ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഇന്ന് പുളിയിഞ്ചിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 3 പച്ചമുളക് വട്ടത്തിൽ തിന്നായിട്ട് അരിഞ്ഞത്, ആവശ്യമായ കറിവേപ്പില, പുളിവെള്ളം ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തേക്കുന്നതാണ്, ഒരു വലിയ കഷ്ണം ശർക്കര, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 200 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കറി താളിച്ചൊഴിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: കടുക്, കറിവേപ്പില, വറ്റൽമുളക്. ഇനി നമുക്ക് പുളിയിഞ്ചി തയ്യാറാക്കാം. ഇപ്പൊ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായി. ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. അടി കട്ടിയുള്ളൊരു പാത്രമാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വെക്കേണ്ടത്. അപ്പൊ അരിഞ്ഞച്ചേക്കണ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തീയിലിട്ട് വെച്ചിട്ട് വേണം ഇഞ്ചി മൂപ്പിച്ചെടുക്കാൻ. അത് കുറെ സമയം എടുക്കും. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് മൂത്തെടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമ്മൾ ഇഞ്ചി വറുത്തെടുക്കാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടും ഇരിക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, രണ്ട് കറിവേപ്പില ഇത് ചേർത്തു. ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി താഴേക്ക് പിടിച്ചു പോകും. അപ്പൊ ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റും എടുക്കും ഇതൊരു ഗോൾഡൻ കളറായിട്ട് വരാനായിട്ട്. അപ്പൊ അത്രയും നേരം നമ്മൾ ക്ഷമയോടെ ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ വന്നു തുടങ്ങി. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ മൂക്കുന്ന മണം നന്നായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി. അടിയിൽ ചീനച്ചട്ടിയുടെ അടിയിലൊന്നും പിടിക്കുന്നില്ല. ഈ ഒരു പാകമാണ് ശരിക്കും വേണ്ടത്. അപ്പൊ ഞാനൊരു 15 മിനിറ്റോളം എടുത്തു. 15 മിനിറ്റോളം ഞാനിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ചെയ്തത്. അതിനിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കൂടുതൽ ഒഴിച്ചു കൊടുത്തു, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കുന്നത്. അപ്പോൾ ആവശ്യം അനുസരിച്ചിട്ട് എണ്ണ ഒഴിക്കണം. വളരെ ശ്രദ്ധയോടെ അത് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് തീ നന്നായിട്ട് താത്തി വെച്ചതിന് ശേഷം എടുത്തു വെച്ചേക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കണം. എടുത്തു വെച്ചേക്കുന്ന കായപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് മൂക്കട്ടെ എണ്ണയ്ക്കകത്ത് കിടന്ന്. ആ പൊടികളൊക്കെ ഈ ഇഞ്ചിയുടെ കൂട്ടത്തിലൊന്ന് പിടിക്കട്ടെ. അപ്പോൾ പൊടികളൊക്കെ ഒരു മൂത്ത മണം എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന പുളിവെള്ളം അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പകുതി ഒഴിച്ചു കൊടുത്തു, മുഴുവൻ ഒഴിച്ചിട്ടില്ല. പുളിയൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ആവശ്യമാണെങ്കിൽ മാത്രമേ മുഴുവൻ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പുളി ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര അതിട്ട് കൊടുക്കണം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ എടുത്തു വെച്ചേക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. കുറച്ചധികം ശർക്കര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് നല്ല എരിവുള്ള കറിയാണ്. ഇഞ്ചിക്ക് എരിവുണ്ട്, മുളക് ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്യണമെങ്കിൽ കുറച്ചധികം ശർക്കര വേണ്ടി വരും. ഇപ്പൊ ശർക്കരയും ഇഞ്ചിക്കറിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിള വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പൊ ഇഞ്ചിക്കറി താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനില് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുന്നതനുസരിച്ചിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില
ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ് ഇത്. എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ വേറൊരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.